യാസീൻ ഓതുമ്പോൾ എന്തിനാണോ അവൻ ഓതുന്നത് അള്ളാഹു അത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, യാസീൻ ഓതുന്ന സമയത്ത് നിന്റെ മനസ്സിലെ നീയത്തെന്താ? പടച്ചവനെ, നല്ല വീട് വേണം, നല്ല കച്ചവടം വേണം, നല്ല ഭാര്യ വേണം, നല്ല മക്കളെ വേണം, നല്ല വാഹനം വേണം. പടച്ചവനെ, എനിക്ക് ഇതിലൂടെ രക്ഷപ്പെടണം. ഒരാൾ യാസീൻ ഓതുന്ന സമയത്ത് എന്ത് നീയത്തിലാണോ അവൻ ഓതുന്നത് അല്ലാഹു അവനത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എന്തിനാണ് യാസീൻ ഓതുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഏതെങ്കിലും ഒരു മനുഷ്യന് സൂറത്തു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ സൂറത്തു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താ ആ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിന്റെ പ്രയാസം മാറണോ? യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യൂ. നിന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി വേണോ? യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യൂ. യാസീൻ ഓതിയിട്ട് നീ ചെയ്യുന്ന ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ, എന്തിനാണ് പള്ളിക്കാട്ടിലെ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് യാസീൻ ഓതാൻ പറയുന്നത്? സമയമില്ലല്ലോ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിന്റെ ചാരത്ത് പോയി യാസീൻ ഓതിയത് എത്ര പേരാ? ഇന്നത്തെ ദിവസം മരിച്ചുപോയവരുടെ ഖബറിന്റെ ചാരത്ത് പോയി യാസീൻ ഓതിയവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ബാക്കിയുള്ളവരുടെ ആരും പള്ളിക്കുഴി പോയിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. അള്ളാഹു അവരുടെ ഖബറുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. സമയമില്ല, അതന്നെ. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുക, ഉസ്താദ് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, വാലിക്കുസ്സലാം, ഗേറ്റിന്റെ അവിടെ കഴിഞ്ഞ് ഓടുക, ഓട്ടമത്സരം ഓടുക. പള്ളിപ്പറമ്പിൽ കിടക്കണ വാപ്പാടെ ഖബർ അവിടെങ്ങാണ്ട അത്ര തന്നെ, അതന്നെ, അവിടെങ്ങാണ്ട. നിനക്ക് പോകാൻ സമയമില്ല. ആ ഖബറിന്റെ ചാരത്ത് പോയിട്ട് പിന്നെ കുൽഹുവല്ല ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലാഹു കാക്കമാറാകട്ടെ. ഇവിടെ പിന്നെ കുൽഫല്ല ഉള്ളതുകൊണ്ട് ഒറ്റയടിയാ. അത് മാത്രം ഓതിയിട്ട് രക്ഷപ്പെടുന്ന മഹാന്മാരെ നമ്മളിൽ പലരും. എന്നാ കേട്ടോ, എടാ, വാപ്പാടെ ഖബറിന്റെ ചാരത്ത് പോയി യാസീൻ ഓതിയാലേ നിന്റെ വാപ്പ 40 ദിവസം രക്ഷപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആരെങ്കിലും മരിച്ചുപോയ മനുഷ്യന്റെ ഖബറിന്റെ മുകളിൽ നിന്ന് യാസീൻ ഓതിയാൽ 40 ദിവസം രക്ഷപ്പെട്ടു. അല്ലാഹു അവരുടെ ശിക്ഷ മാറ്റിവെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ മരിച്ചുപോയവരുടെ ഖബറിന്റെ ചാരത്തിരുന്ന് യാസീൻ ഓതിയാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന് 40 ദിവസം അല്ലാഹു ശിക്ഷ മാറ്റിവെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ യാസീൻ ഓതിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ടുണ്ടോ? പെങ്ങളെ, ഏതെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നീ വീട്ടിൽ താമസം കയറിയല്ലോ, ആ താമസം കയറുന്നതിന് മുമ്പ് നീ ഖത്തം ഓതിയോ പൊന്നുമോള്? ഒരു യാസീൻ ഓതിയോ പൊന്നുമോള്? പള്ളിയിലെ ഉസ്താദിനെ ചോദിപ്പിച്ചതല്ല. നീ ഓതിയിട്ടുണ്ടോ പെങ്ങള്? നീ പുതിയ വാഹനം എടുത്തപ്പോ, നീ പുതിയ ജോലിക്ക് വേണ്ടി തീരുമാനിച്ചപ്പോ, ഓരോ കാര്യവും ചെയ്യുന്ന സമയത്ത് നീ ചിന്തിച്ചു നോക്ക്. നീ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ടുണ്ടോ പെങ്ങള്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹായം നിനക്ക് വേണോ? ആ സഹായം കിട്ടാനുള്ള എളുപ്പവഴി ആ പ്രവാചകന് കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആൻ, അത് നീ പാരായണം ചെയ്യൂ. അതിലൂടെ മുത്തുനബിയുടെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 4 കാര്യം പഠിച്ചു, ഇൻഷാ അല്ലാഹ് 5 ഒന്നുകൂടെ പഠിച്ചൂടെ? സമയം എന്തായി? 10:15. ഇൻഷാ അല്ലാഹ് 15 മിനിറ്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്താ അതും കഴിയും. 10:30 നിർത്താന്നല്ലേ? 15 ഇനി സലാത്തും പറഞ്ഞ് ദുആ ചെയ്താൽ തന്നെ 15 മിനിറ്റ് തീരും. അപ്പൊ ഒരെണ്ണം പറയണോ, ദുആ ചെയ്യണോ? പറയണോ, ദുആ ചെയ്യണോ? ചായ താഴെ വീഴാതൊന്ന് കൈപൊക്കിക്ക്. പറയണോ എന്നുള്ളവര്? പൈസ ചോദിക്കുമ്പോൾ ഈ ആത്മാർത്ഥത കാണിക്കണം. ചിരി എല്ലാണ ഇരുന്ന് ചിരി, ചുമ്മാ വാതിലൊന്നും കാര്യമില്ലപ്പാ.
വയലൊക്കെ ഇങ്ങനെ ചുമ്മാ വയല് പണ്ട് ആർക്കാപ്പ ഈ പണ്ടൊക്കെ ഉസ്താദെ വയല് കെട്ട് നിങ്ങളുടെയൊക്കെ പഴയ കാലം ചിന്തിച്ചു നോക്കിയേ. വയല് കെട്ട് കഴിഞ്ഞാൽ മയ്യത്തെടുത്തുകൊണ്ട് പോകും സദസ്സിന്ന്. പഴയ കാലത്തൊക്കെ മഹാന്മാരുടെ വയല് കേൾക്കുമ്പോ വയലിന്റെ സദസ്സിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകും. ഇപ്പൊ വയല് പറയണ ഉസ്താദ് ഒന്ന് നിർത്തിയാൽ മതിയായിരുന്നു, തലവേദന എടുക്കണം. നമ്മളിങ്ങനെ ചിന്തിക്കുക. ഒരു ക്രിസ്ത്യാനിയായ പള്ളിയിലെ അച്ഛൻ, ഒരു കഥയാ. ഒരു പള്ളിയിലെ അച്ഛൻ 30 വർഷക്കാലം ജനങ്ങൾക്ക് ദഅവത്ത് നടത്തി. ഇത്ര പള്ളിയിലെ വികാരിയ നാട്ടുകാരെ മുഴുവനും നന്നാക്കാൻ വേണ്ടി പ്രസംഗം നടത്തി 30 കൊല്ലം. ആ നാട്ടിലാണെങ്കിൽ ഒരു മുതുകുടിയനുണ്ട്, ഓട്ടോ ഡ്രൈവറാ. ഭയങ്കര സ്പീഡാവൻ, കള്ളും കുടിച്ചിട്ടാ ഓട്ടോ ഓടിക്കാറ്. കള്ളുകുടിയനാണ്, പള്ളിയിലൊന്നും വരുത്തൊന്നുമില്ല. അങ്ങനത്തെ ഒരു ചേട്ടനാ. അങ്ങനെ കഥ പറയുന്നു, ഇവര് രണ്ടുപേരും നാളെ ദൈവത്തിന്റെ മുന്നിലെത്തി. ദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോ പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ നിൽക്കുക. 30 വർഷം വഴുതു പറഞ്ഞ ആളാ. ഈ കള്ളുകുടിയനോട് പറഞ്ഞു, നീ സ്വർഗത്തിൽ പോക്കോളാം, ഓടാ, ഓട്ടോക്കാരനല്ല, നീ സ്വർഗത്തിൽ പോകാൻ പറഞ്ഞു. അപ്പൊ ഈ അച്ഛൻ ചോദിച്ചത്ര, ദൈവമേ, അവൻ ഒന്നാമതേ മുതുകുടിയനായിരുന്നു, അവൻ പള്ളിയിൽ പോലും വരത്തില്ല. ഞാൻ 30 വർഷക്കാലം ജനങ്ങൾക്ക് മുഴുവനും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തവനെ എന്നെക്കാളും മുമ്പ് ഇവനെ സ്വർഗത്തിൽ വിടുന്നു. അപ്പൊ ദൈവം പറഞ്ഞു അത്ര, നിങ്ങൾ 30 വർഷക്കാലം പ്രസംഗിച്ചപ്പോ എല്ലാരും ഉറങ്ങുക, ആർക്കും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയൊന്നുമില്ല. ഇയാള് വഴുതു പറയുന്ന സമയത്ത് എല്ലാരും ഇരുന്ന് ഉറക്കമൊക്കെ തന്നെ, ആർക്കും ദൈവത്തെക്കുറിച്ച് ഓർമ്മയില്ല. പക്ഷെ ഇവന് ഞാൻ സ്വർഗത്തിൽ കൊടുക്കാനുള്ള കാരണം, ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറിയാ ഇറങ്ങുന്നത് വരെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവൻ കള്ളും കുടിച്ചിട്ട് 120 പോണേ, വിളിക്കാതിരിക്കുന്ന എങ്ങനെ? ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ കള്ളു കുടിച്ചിട്ട് ഇവൻ പോണ പോക്കണ്ട, പുറകിരിക്കുന്നവൻ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക, ഇറങ്ങുന്നത് വരെ വിളിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ ദൈവത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് ഇവനാ. അതുകൊണ്ട് അവന് സ്വർഗം. നിങ്ങൾ വയലു പറഞ്ഞ പുറക്കമായിരുന്നു. അള്ളാഹു നമ്മളെ ഏത് കൂട്ടത്തിൽ, ആ കൂട്ടത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുപോലെ ആ വയല്, ഇപ്പത്തെ വയലൊക്കെ അള്ളാഹു വയലം പടച്ചോൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ 5ാമത്തെ കാര്യം, 2 റക്അത്ത് നിസ്കരിച്ചു, അറിവുള്ളവരോട് മുശാവറ ചെയ്തു, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ സദഖ കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം കിട്ടാൻ യാസീൻ ഓതി, ഖുർആൻ ഓതി. ഇനി വേണ്ടത് നിന്റെ വാപ്പാടെയും ഉമ്മാടെയും പൊരുത്തം, മാതാപിതാക്കളുടെ പൊരുത്തം. വീട് വെച്ചപ്പോ ഉമ്മാനോട് ചോദിച്ച എത്ര പേരുണ്ട്? ഒരു പുതിയ വീട് വെച്ചപ്പോ, വണ്ടി എടുത്തപ്പോ വീടിന്റെ മുന്നിൽ വന്നപ്പോഴാ വാപ്പ അറിയണത് പുതിയ കാറെടുത്തെന്ന്. കച്ചവടം തുടങ്ങി കഴിഞ്ഞപ്പോഴാ അറിയണത്, മാതാപിതാക്കൾ അറിയുന്നത് തുടങ്ങിയെന്ന്. എന്നാൽ എത്ര പേര് ചോദിച്ചു? വാപ്പയോടും ഉമ്മയോടും പൊരുത്തം ചോദിച്ച എത്ര പേരാണ്? മാതാപിതാക്കളോട് അനുവാദം ചോദിച്ചവർ എത്ര പേരാണ്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പൊന്നു പെങ്ങളെ, മാതാപിതാക്കളുടെ അനുവാദം വേണ്ടേ? അവരുടെ ദുആ നിനക്ക് വേണ്ടേ? എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ നിനക്ക് പണമുണ്ടായത് എവിടെ നിന്നാടോ? നിനക്ക് ഈ ആരോഗ്യമുണ്ടായത് എവിടെ നിന്നാട്? ഇതെല്ലാം നിന്റെ മാതാപിതാക്കൾ തന്നതല്ലേ. അവര് പട്ടിണി കിടന്നിട്ടല്ലേടാ നിനക്ക് ഭക്ഷണം തന്നത്. അവരുടെ സമ്പാദ്യത്തിന്റെ മുകളിലല്ലേ നീ തിന്നു കൊഴുത്ത് നടന്നത്. ഈ പണമുണ്ടാകാൻ കാരണം നിന്റെ ഉമ്മയുടെ ദുആയായിരുന്നല്ലോ, നിന്റെ വാപ്പയുടെ പ്രാർത്ഥനയായിരുന്നല്ലോ. പക്ഷേ നിനക്കിന്നൊരു പുതിയ പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞപ്പോ, ഒരൽപ്പം പുത്തം പണം നിന്റെ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോ, വാപ്പയെ നിനക്ക് വേണ്ട, ഉമ്മയെ നിനക്ക് വേണ്ട. എന്റെ പ്രിയമുള്ള സഹോദരാ, ഉമ്മയോട് ചോദിക്കാത്തവരുണ്ട്, ഉമ്മയോട് പറയാത്തവരുണ്ട്, മാതാപിതാക്കളോട് അനുവാദം ചോദിക്കാത്തവരുണ്ട്. അത് നിസ്സാര തെറ്റാണെന്ന് നീ കരുതരുത്. അല്ലാ, എന്റെ പ്രിയമുള്ളവരെ, ഒറ്റ ഒരു ഉദാഹരണം പറഞ്ഞു തരാ. നിങ്ങളൊക്കെ നിസ്സാരമാണെന്ന് കരുതുന്ന കാര്യമാണ്. അതാ മാതാപിനക്കാൽ സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കുന്നവരുണ്ട്. എല്ലാം ഭാര്യയോട് പറയും, ഉമ്മയോട് പറയാറില്ല, ഉമ്മയോടൊന്നും ചർച്ച ചെയ്യാറില്ല. നീ വീടിന്റെ കിടപ്പറയിൽ നിന്റെ ഭാര്യയുമായി ചർച്ച ചെയ്യുന്നത് ഉമ്മ കേട്ടാലായില്ലെങ്കിലില്ല. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മക്കളും കേട്ടോ, മാതാപിതാക്കളെ ജീവിച്ചിരിക്കുന്ന ഓരോ മക്കളും കേട്ടോ. അതാ ചായ കുടിച്ചു കൊണ്ടിരിക്കും
വന്നിരിക്കുന്നതിന്റെ ഇടയിൽ നീ മറന്നു പോകരുത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല നബിയേ. അൽഖമ റളിയല്ലാഹു തആല അൻഹു സകറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. എല്ലാവരും അടുത്ത് ചെന്ന് നിന്നിട്ട് അൽഖമയോട് പറഞ്ഞു കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കലിമ പറഞ്ഞു കൊടുക്കുകയാ. അൽക്കമയുടെ നാക്ക് പൊങ്ങുന്നില്ല, അൽക്കമയ്ക്ക് പറയാ കഴിയുന്നില്ല. സ്വഹാബികളുടെ മുത്തുനബിയുടെ ചാരത്ത് വന്ന് പറയുമ്പോ പ്രവാചകൻ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? സഹാബാ, അൽക്കമ 5 നേരവും നമസ്കരിക്കുമോ? സഹാബാ, നാക്ക് പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? അൽക്കമ 5 നേരം നിസ്കരിക്കുമോ? സഹാബാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അൽക്കമ 5 നേരവും നിസ്കരിക്കുന്ന സഹാബിയാ. ഒന്നാമത്തെ ചോദ്യം, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോ മുത്തുനബി ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, 5 നേരം നിസ്കരിക്കുമോ? നിസ്കരിക്കും നബിയെ. 2, ഉമ്മയുമായിട്ടെങ്ങനെയാ? ഉമ്മയുമായിട്ടെങ്ങനെയാ? സഹാബികൾ പറഞ്ഞു, നബിയെ, അൽക്കമയ്ക്ക് ഉമ്മാനെ വല്ലാത്ത സ്നേഹവാ, ഉമ്മയോട് വല്ലാത്ത സ്നേഹം, ഉമ്മാനെ പൊന്നുപോലെ നോക്കാറുണ്ട്. പക്ഷെ ഉമ്മയ്ക്കൊരു പരാതിയുണ്ട് നബിയെ. ഉമ്മയ്ക്ക് ആകെ ഒരേ ഒരു പരാതിയേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഉമ്മ പറഞ്ഞ പരാതി എന്തെന്നറിയോ? നബിയേ, അൽക്കമ എന്തുണ്ടെങ്കിലും ആദ്യം ഭാര്യ എടുത്ത് പറയും, പിന്നെ എന്നോട് പറയാറുള്ളൂ. അൽഖമ റളിയല്ലാഹു തആല അൻഹു എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം പറയുന്നത് ഭാര്യയോട്, അത് കഴിഞ്ഞിട്ട് വന്ന് ഉമ്മാനോട് പറയും. ഇത്രേ പ്രശ്നമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മാനെ വിളിച്ചു. എന്തേ ഉമ്മ? അൽഖമയെ കുറിച്ച്, നബിയേ, ഓൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, ഞാൻ അവനെ പൊന്നുപോലെ നോക്കിയതാ നബിയെ. പക്ഷെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാ, എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാ. എല്ലാം ഓളോട് പറയും, എന്നിട്ട് എന്നോട് പറയാറുള്ളൂ. അങ്ങനല്ലല്ലോ നബിയെ, ഞാനല്ലേ അവന്റെ ഉമ്മ, ഞാനല്ലേ അവനെ കഷ്ടപ്പെട്ടു വളർത്തിയത്, എന്നോടല്ലേ അവൻ ആദ്യം പറയേണ്ടത്? പറയാറില്ല നബിയെ. അവൻ ആദ്യം അവന്റെ ഭാര്യയോട് പറയും, പിന്നെയേ എന്റെ അടുക്കൽ വന്ന് പറയാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് മനസ്സിന് വല്ലാത്ത വേദനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുന്നില്ല, ഒന്ന് പൊരുത്തപ്പെട്. ഇല്ല നബിയെ, ഇല്ല നബിയെ. ചരിത്രം പറയുന്നു, അവസാനം ആ ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുത്തതിന് ശേഷമാണ് അൽഖമ റളിയല്ലാഹു തആല അൻഹു ഷഹാദത്ത് കലിമ പറഞ്ഞു മരിച്ചത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉമ്മാനെ തല്ലിയതിന്റെ പേരിലല്ല, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ പേരിലല്ല, ഉമ്മാനെ പട്ടിണി കിട്ടതിന്റെ പേരിലല്ല, ഉമ്മയെ അനാഥാലയത്തിൽ കൊണ്ട് തെള്ളിക്കിട്ടതിന്റെ പേരിലല്ല, ഭാര്യയെക്കാൾ ഉമ്മയെക്കാൾ സ്നേഹം ഭാര്യയോടായി പോയി. ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ആ ഉമ്മയുടെ മനസ്സ് വേദനിച്ചപ്പോൾ അവസാനം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിഞ്ഞില്ല എന്ന് ചരിത്രം പറയുമ്പോ, ഈ നെളിഞ്ഞിരിക്കുന്ന ഭർത്താവെ, നീ ആദ്യം ആരോടാ പറഞ്ഞേ? നീ ആദ്യം ആരോടാ പറഞ്ഞേ? നിന്റെ പെണ്ണും പിള്ളയെടുത്ത് മുഴുവനും ചർച്ച ചെയ്ത് അവസാനം എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സർവ്വതും നഷ്ടപ്പെട്ട് വീട്ടിൽ കയറി ചെന്നു, ഒരു ബിസിനസ് തുടങ്ങി. ഉമ്മാനോടും ബാപ്പാനോടൊന്നും പറഞ്ഞില്ല, എല്ലാം നഷ്ടപ്പെട്ട് വീടിന്റെ അകത്ത് പോയപ്പോ പെണ്ണും പിള്ള പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം,